ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് നമുക്ക് സ്കൂൾ കിറ്റിൽ കിട്ടിയ മുത്താറിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ വീഡിയോയിലേക്ക് പോകാം. അതേ മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് മുത്താറിപ്പൊടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഏകദേശം ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. ഞാനിവിടെ സ്പീഡിൽ കാണിക്കുന്നതാണ്. നല്ലൊരു മണം വരും വറുത്തതിൻ്റെ. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഒന്ന് ആറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുത്താറിപ്പൊടി കൊണ്ട് വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ. അപ്പോൾ ഓരോരുത്തരും കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ മുത്താറിപ്പൊടി കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുക. അധികം കട്ടിയൊന്നും ഇല്ലാണ്ട് ഇത് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് സാധാരണ പുട്ട് റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ റെഡിയാക്കി എടുക്കുക. അടിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം മുത്താറിപ്പൊടി കൊണ്ടുള്ള പുട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻറ്റ്സ് അറിയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.